ഏറ്റവും സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഏറ്റവും സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഏറ്റവും സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സ്മരണയിലായിരിക്കുന്ന നിമിഷം, അങ്ങയുടെ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഈ നിമിഷം, അങ്ങയുടെ സമർപ്പണത്തെ ധ്യാനിക്കുന്ന നിമിഷം, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരുണയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ആ സ്നേഹത്തിന് പകരമാകുന്നില്ല. ഞങ്ങൾ എത്ര വാക്കുകളാലും ഞങ്ങൾ നന്ദി പറഞ്ഞാലും സ്തുതിച്ചാലും ആരാധിച്ചാലും അങ്ങ് നൽകിയ ഈ വലിയ സ്നേഹത്തിന് പകരമാകുന്നില്ല. എങ്കിലും അയോഗ്യരായ ഞങ്ങൾ, ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്കാകും വിധം ഞങ്ങളുടെ ഈ ബലഹീനതയിൽ, ഞങ്ങളുടെ ഈ മാനുഷികമായ കുറവുകളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ആ സ്നേഹത്തെ, അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ നുകരുവാൻ ശ്രമിക്കുന്ന നിമിഷമാണ്. ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത പോലെ, അങ്ങ് ഫൗസ്റ്റീനയ്ക്ക് അരുളി ചെയ്ത പോലെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തിന് അർഹരാകുവാനായിട്ട് ഞങ്ങളെ മെച്ചപ്പെടുത്തുന്നു, ഞങ്ങളെ ഒരുക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ ഈ മണിക്കൂറിൽ ഈശോയുടെ വലിയ സ്നേഹവും ഈശോയുടെ കുരിശുമരണവും പീഡാസഹനവും അതുവഴി നമുക്ക് വേണ്ടി സമർപ്പിച്ച കർത്താവിൻ്റെ ജീവിതത്തെ നമ്മൾ ഓർക്കുന്ന നിമിഷം, ഈശോയോട് വളരെ അടുത്ത് ബന്ധമുള്ള പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ഈശോയുമായിട്ട് ഈശോയുടെ ഒരു വളർത്തച്ഛൻ എന്ന നിലയിൽ ഈശോയോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. നമ്മളെല്ലാ ദിവസവും യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് നീട്ടിവെച്ചു തരുന്ന ഒത്തിരി അനേകം പാഠങ്ങളും മാതൃകകളും ഉണ്ട്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിത മാതൃക നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മളത് സ്വന്തമാക്കുവാനായിട്ടാണ് ആഗ്രഹിക്കേണ്ടത്. ഈശോയെ ഒരു നല്ല മകനായി വളർത്തുവാനായിട്ട്, ഈശോയെ ഒരു നല്ല മനുഷ്യനായി നമുക്ക് രക്ഷകനായി സമർപ്പിക്കുവാനായിട്ട് യൗസേപ്പ് പിതാവിന് ഒരു വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ കാര്യം, യൗസേപ്പ് പിതാവിനെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ ധ്യാന വിഷയമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-19 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാണ് എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. യൗസേപ്പ് പിതാവ് നീതിമാനാണ് എന്ന് പറയുമ്പോൾ ആ നീതി എന്ന് പറയുന്നത് ലോകം നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന നീതിയല്ല. നമ്മൾ ജനങ്ങൾ, മനുഷ്യരുടെ നീതിയല്ല യൗസേപ്പ് പിതാവിൻ്റെ നീതി. അതിനെയൊക്കെ മറികടക്കുന്ന ആ വലിയ ദൈവിക നീതിയാണ് നമ്മൾ യൗസേപ്പ് പിതാവിൽ കാണുന്നത്. ഈശോയുടെ നീതിയും അത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത്. 99 ആടുകളെയും ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരാടിൻ്റെ പുറകെ പോകുന്ന നീതി, ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു നീതി, അതുപോലെ തന്നെ ആരെയും വിധിക്കാതെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു വലിയ നീതി, ഏറ്റവും അവസാനമായിട്ട് തന്നെ അർപ്പിച്ചുകൊണ്ട് പാപിയല്ലായിരുന്നിട്ടും നമ്മൾ പാപികൾക്ക് വേണ്ടി സ്വജീവൻ കുരിശിൽ അർപ്പിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ നീതിയാണ് നമ്മൾ ഈശോയിൽ കാണുന്നത്. അത് ഈശോ പഠിച്ചത് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. പരിശുദ്ധ അമ്മേ,
ഒരുപക്ഷെ വേണമായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഇരുന്ന് പരിഹസിക്കാമായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് പരിഹാസത്തിൻ്റെ ഒരു പാത്രമാക്കി മാറ്റാമായിരുന്നു. പക്ഷെ അവിടെ ഔസേപ്പിതാവ് വചനത്തിൽ പറയുന്ന പോലെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് സ്നേഹമുള്ളവരെ, നമ്മുടെ നീതി എന്താണ്? ഔസേപ്പിതാവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരായിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മറ്റുള്ളവരെ വിധിച്ചേനെ. ഒരുപക്ഷെ ഞാൻ മറ്റുള്ളവരെ സമൂഹത്തിന് മുമ്പിൽ ഞാൻ പരിഹാസത്തിൻ്റെ പാത്രമാക്കിയെന്ന്. ഔസേപ്പിതാവ് നമ്മളോട് പറയുന്നത് ആ നീതി സ്വന്തമാക്കുവാനായിട്ടാണ്, ആ നീതിയുടെ പാത്രമാകുവാനായിട്ടാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ സഹോദരങ്ങളോട് ആ നീതി ഈ ലോകത്തിൻ്റെ കൺമുൻപിലും മനുഷ്യരുടെയൊക്കെ കൺമുൻപിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നീതിയെ മറികടക്കുന്ന കാരുണ്യത്തിൻ്റെ നീതി സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്നു ഔസേപ്പിതാവിൻ്റെ ജീവിതം ദൈവവചനമായിട്ട് മാറിയെന്ന്. ഔസേപ്പിതാവിൻ്റെ ജീവിതം ദൈവവചനമായി മാറിയിരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നു. ഈശോ പഠിപ്പിച്ച വചനങ്ങൾ, ഈശോ പ്രഘോഷിച്ച ഉപമകളെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ ഔസേപ്പിതാവ് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും ഉത്ഭവിച്ച കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആ പിതാവിനെ കുറിച്ച്, നിങ്ങൾ ഏത് പിതാവാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഉദാഹരണം കൊടുക്കുമ്പോൾ ആ പിതാവിൻ്റെ അനുഭവം, ഒരു നല്ല പിതാവിനെ കുറിച്ചുള്ള ആ ഒരു അനുഭവം നേടുവാൻ ഈശോയ്ക്ക് സാധിച്ചത് ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലൂടെയാണ്. എൻ്റെ പിതാവ് നല്ലവനാണ് എന്നുള്ള ആ ഒരു അനുഭവം ഈശോയ്ക്ക് ലഭിച്ചത് ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് നൽകിയ സ്നേഹവും വാത്സല്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് ആ പിതാവ് നല്ല പിതാവാണ്, പിതാക്കന്മാരെല്ലാം നല്ലതാണ്, പിതാക്കന്മാരെല്ലാം സ്നേഹത്തിൻ്റെ നിറകുടമാണ്, പിതാക്കന്മാരെല്ലാം നല്ലത് ചെയ്യുന്നവരാണെന്ന് വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു. യൗസേപ്പിതാവിനെ ആയിരിക്കും ഈശോ ആദ്യമായി അബ്ബാ പിതാവേ എന്ന് വിളിച്ചത്. അബ്ബാ പിതാവേ എന്ന് വിളിച്ചത് ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഈശോ ആ വലിയ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. നീ നിന്റെ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് ഈശോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിതാവിനെ അബ്ബാ പിതാവേ, പപ്പ എന്ന് വിളിക്കുവാൻ, അച്ഛ എന്ന് വിളിക്കുവാൻ, ഏറ്റവും അടുത്ത ബന്ധം, ഏറ്റവും ചേർന്ന് നിന്നൊരു ബന്ധം, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചു കൊടുക്കുവാനായിട്ട്, പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചത് യൗസേപ്പിതാവിലൂടെയാണ്. ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ നമുക്ക് നീട്ടിവെച്ച ആ വലിയ കാര്യങ്ങൾ, ഒരു പിതാവിനെ പോലെ ശാന്തശീലനും സൗമ്യനും പരാതികളൊന്നും പറയാതെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച വിശുദ്ധനാണ് ഔസേപ്പിതാവ്. അതുകൊണ്ട് ഇന്ന് നമ്മളായിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഔസേപ്പിതാവിൻ്റെ ജീവിതം നമ്മളിൽ ഒരു വലിയ വെളിച്ചമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേപ്പിതാവിൻ്റെ തിരുനാളിൽ നമ്മൾ നിൽക്കുന്ന നിമിഷം യൗസേപ്പിതാവിൻ്റെ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വലിയ സ്നേഹത്തിൻ്റെ മാതൃകയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പരാതികളും, എല്ലാ തെറ്റിദ്ധാരണകളും, എല്ലാ സങ്കടങ്ങളും, ബുദ്ധിമുട്ടുകളും
മാറ്റുവാനും പരിഹരിക്കുവാനും യൗസേപ്പ് പിതാവിൻ്റെ സ്നേഹം സ്വന്തമാക്കുമ്പോൾ നമുക്ക് സാധിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് ഈ അനുഗ്രഹത്തിനായി ദിവികാരുടെ നാഥൻ്റെ ആ സ്നേഹവും കരുണയും നമ്മൾ സ്മരിക്കുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ഈ മാതൃക നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിവികാരുടെ നാഥൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളുടെ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാലകൾ തെളിയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ ചോരയും തിരുരക്തവും ജലവും നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും, നമ്മൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും, നിരാശയുടെ മേഖലകളിലും, സങ്കടങ്ങളുടെ മേഖലകളും ഈ നിമിഷം ആ കാരുണ്യത്തിൻ്റെ വലിയൊരു സ്പർശം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ കാരുണ്യത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വന്നുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഈശോയെ എത്രയധികം സ്നേഹിക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആ അനുഗ്രഹത്തിനായിട്ട്, ആ കാരുണ്യത്തിൻ്റെ, ആ കൃപയുടെ അനുഭവത്തിനായിട്ട് ആശീർവാദത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.